അമിത്ഷാ ഇന്നലെ കേരളത്തിൽ വന്നു, മടങ്ങി. അദ്ദേഹം പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇന്ത്യയുടെ വികസനം എന്ന് പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ വികസനത്തിലൂടെ, അതായത് എല്ലാ സംസ്ഥാനങ്ങളുടെയും വികസനത്തിലൂടെയാണ് എന്നുള്ളതാണ്. അതുപോലെ അദ്ദേഹം മറ്റൊന്ന് പറഞ്ഞത് ശബരിമല കൊള്ള വിഷയത്തിൽ ന്യൂട്രലായിട്ടുള്ള ഒരു ഏജൻസിയെ അന്വേഷിക്കാനും. അദ്ദേഹം വാസ്തവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാങ്താഹെ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ഞാൻ ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുകയാണെന്നുള്ള വളരെ മിതമായ ഭാഷയിലുള്ള ഒരു പ്രയോഗമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇതിനെ തുടർന്ന് സംസാരിച്ച രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും UDFും BJPയും തമ്മിലായിരിക്കും. അദ്ദേഹം ഇടതുമുന്നണിയുടെ കാര്യം പരാമർശിക്കുന്നതെങ്കിൽ എന്തു തോന്നുന്നു ജ്യോതിർ ഘോഷ്, ഇത് ഒരു ബാലൻസ്ഡായിട്ടുള്ള ഒരു പ്രസ്താവനയാണോ? രാജീവ് ചന്ദ്രശേഖർ വികസനത്തിൻ്റെ രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയത്തിൻ്റെ വികസനക്കാരനല്ല. അദ്ദേഹം വളരെ ലളിതമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ കേരളത്തിന്റെ ഇപ്പം കോൺഗ്രസിന് ഒഴികെ, അതായത് BJPയും LDFും അവരുടെ അജണ്ട ഫിക്സ് ചെയ്തു. അതായത് കേരളം ജമാഅത്തെ ഇസ്ലാമി, അതായത് മുസ്ലിങ്ങളുടെ ഭരണത്തിന്റെ കീഴിൽ, മുസ്ലിം തീവ്രവാദ സ്വഭാവക്കാരുടെ ഭരണത്തിന്റെ കീഴിൽ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഇലക്ഷൻ ആണെന്നുള്ളതാണ്. ഇപ്പൊ CPMന്റെ അജണ്ട, ഇപ്പം പിന്നെ ബാലൻ പറഞ്ഞത് ഇത് തന്നെയാണ്. UDF വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കും. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്ത് തന്നെയാണെങ്കിലും, മുസ്ലിം തീവ്രവാദമാണെങ്കിലും മിതവാദമാണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മുസ്ലിം ഹിന്ദു ഡിവൈഡ് കേരളത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് PR ഏജൻസിയും നേരത്തെ CPMന്റെ ലോക്സഭാ ഇലക്ഷന് ശേഷം കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം. അതനുസരിച്ച് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലായിടത്തും നോക്കിയാൽ അറിയാം. ഡൽഹിയിൽ കൈസൺ ഏജൻസി നടത്തിയ PR ഏജൻസി ഹിന്ദു ഏർപ്പായി കൊടുത്ത ഇന്റർവ്യൂ, അതിനുശേഷം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഗോവിന്ദ മാഷ് നടത്തിയ പ്രസ്താവന, അത് RSSുമായി കൈകോർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി UDFനോട് ചേർന്നു. പിന്നീട് വെള്ളാപ്പള്ളി ഗണേശന്റെ മലപ്പുറം പ്രസംഗം. ഇങ്ങനെ ഓരോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചങ്ങലയിൽ ഏറ്റവും അവസാനത്തെ സംഗതിയാണ് ബാലന്റെ സംഗതി. അതോടുകൂടി അവരുടെ വെടി അമിട്ട് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് ആ ചങ്ങലയിൽ. അതായത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും UDF വന്നു കഴിഞ്ഞാൽ ഭരണത്തിൽ തുടരുക. ഇതിന്റെ നറേറ്റീവ്സാണ് കുറേ നാളുകളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ കിടന്ന് അടിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ BJPയുടെ ആണെങ്കിലും LDFന്റെ ആണെങ്കിലും തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സെൻട്രൽ അജണ്ട, സെൻട്രൽ തീം എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ശരിയാണ് താങ്കൾ പറഞ്ഞ പോലെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കും തെരഞ്ഞെടുപ്പിൽ, പ്രത്യയശാസ്ത്രപരമായി ശരിയായിരിക്കും. പക്ഷേ LDFനെ അത്ര അവഗണിക്കാൻ പറ്റുമോ? അദ്ദേഹം ഇഗ്നോർ ചെയ്തു, അതാണ് പ്രശ്നം. അല്ല, അവിടെയാണ് നമ്മൾ വായിച്ചെടുക്കേണ്ട സ്ഥാനം. അത് കേരള ജനതയോടുള്ള ഒരു മുന്നറിയിപ്പാണ് തെരഞ്ഞെടുപ്പ്. കാരണം ഇന്നലെ അമിത്ഷാ വന്നിരിക്കുന്നത് കേരളത്തിന്റെ പദ്ധതിയുടെ, അവർ തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനത്തിനായിട്ടാണ്. ആദ്യഘട്ടം ഒരു ഭരണം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് അവർ പിടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ തിരുവനന്തപുരത്തിനെ ഷോക്കേസ് ചെയ്തുകൊണ്ട് കേരളത്തെ പിടിക്കുക എന്നുള്ളതാണ് അടുത്ത മിഷൻ 2026. അതാണ്. അപ്പൊ ഇതിനകത്ത് ഈ അടുത്ത പ്രാവശ്യം ഭരണത്തിൽ കയറുക എന്നുള്ളതൊന്നും അവരുടെ ലക്ഷ്യമൊന്നുമല്ല, അങ്ങനെ ഒരു താല്പര്യവുമില്ല. പക്ഷേ അവരെ മെസ്സേജ് കൃത്യമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ BJPക്ക് ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ മടിയില്ല എന്നുള്ളത് ബോധ്യമായിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കേരളത്തിലെ വോട്ട് പഴയതുപോലെ രണ്ട് ചേരികളിലായിട്ട് വിഭജിച്ച് നിൽക്കുന്നതല്ല, എങ്ങനെ വേണമെങ്കിലും മാറാം. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെ നടന്നിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് താൽക്കാലികവും വിദൂരവുമായ 2 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു തുടക്കത്തിന്റെ ഉദ്ഘാടനമാണ് നടത്തിയ സംഗതി. ഓക്കെ, അപ്പോൾ അഹമ്മദ് മാഷിനോട് ചോദിക്കാനുണ്ട്. LDFനെ അദ്ദേഹം പരാമർശിച്ചില്ല. UDFും BJPയും തമ്മിൽ പോരാട്ടമാണെന്ന് പറയുന്നു. അപ്പോൾ LDFനെ അങ്ങനെ അവഗണിക്കാൻ പറ്റുമോ? അതിനകത്തൊരു രാഷ്ട്രീയ ദർശനത്തിന്റെ ഒരു കുറവ് കാണുന്നില്ലേ? 2 സ്ട്രാറ്റജി അതിൽ കാണാം. സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ, 3 മുന്നണികളുടെ അടുത്ത് പൊതുവെ പറയുന്ന ഒരു രീതിയുണ്ട്, ഞങ്ങളും അവരും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞാൽ യുവന്മാരെ നമ്മൾ പരിഗണിക്കുന്നില്ല എന്ന മട്ടിലാവാം. അത്ര നിസ്സാരമല്ലല്ലോ കേരളത്തിലെ സ്ഥിതി, അതല്ലല്ലോ. തീർച്ചയായിട്ടും NDAയേക്കാൾ വലിയ മുന്നണിയാണ് LDF എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ LDFനെ എന്തുകൊണ്ട് അവഗണിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ഗുരുതരമായൊരു ആരോപണം കേരളത്തിലെ ഇതിന്റെ ഏറ്റവും വലിയ ഇരകളായി തീരുക, ഒരുപക്ഷെ ഇന്നലെ അമിത്ഷാ വന്നതിന്റെ ഏറ്റവും വലിയ ഇരകളായി തീരുക കേരളത്തിലെ LDF ആണ്. അവരിപ്പോൾ മനസ്സുകൊണ്ട് കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്ന് വാക്കുകൊണ്ട് പറയുമ്പോഴും
മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് തോറ്റോട്ടെ, ഇടതുപക്ഷം ജയിച്ചോട്ടെ എന്ന ഒരു സ്ട്രാറ്റജി ദേശീയ തലത്തിൽ ശരിയുമാണ്. ബി ജെ പിക്ക് അങ്ങനെ നയം എടുക്കുകയും ചെയ്യാം. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റിലൂടെ രാജീവ് ചന്ദ്രശേഖരൻ ഈ ഇടതുപക്ഷത്തെ ഞങ്ങൾ പരിഗണിക്കുന്നേയില്ല എന്ന് വളരെ കൃത്യമായൊരു മൗനം കൊണ്ട് ഒരു പരാമർശം മെൻഷൻ പോലും ചെയ്യാതെ ഒരു പ്രസംഗത്തിൽ ഞങ്ങൾ നേരിടുന്നത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസിനെ മീൻസ് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ ഒരു നെറേറ്റീവ്. ഈ സാധനം രണ്ടു തരം. സാറ് പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്. ഇതേ വാക്കുകളാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട്, കുറച്ചു കാലമെങ്കിലും ആയിട്ട് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നേരിടുന്നത് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി. ഇതൊന്നും എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ മുമ്പിൽ പോലും ഒരു വാക്ക് പരാമർശം പോലും അർഹിക്കാത്തൊരു പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. തീർച്ചയായിട്ടും 1% വോട്ടില്ലാത്ത ഒരു പാർട്ടിയാണ്. മാത്രമല്ല മധ്യ കേരളവും തെക്കൻ കേരളവും ഇവർക്ക് സാന്നിധ്യം തന്നെ ഉള്ള ഒട്ടുമില്ല. അത് ഈ സാധനം പറഞ്ഞുണ്ടാക്കുന്നതിൽ തന്നെ കാര്യമായി എവിടുന്നൊക്കെയോ ഉള്ള പ്ലാൻ ഉണ്ട്, പദ്ധതിയുണ്ട്. അപ്പോൾ ഫലത്തിൽ സംഭവിക്കുന്നതിന്റെ അപകടം എവിടെയെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ കുറച്ചു കാലമായി UDF പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യമാണ്. ആർക്കെതിരായിട്ട്? BJPക്ക് എതിരായിട്ടല്ല, LDFനെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യമാണ് ഇപ്പോൾ ഇന്നലെ രാജീവ് ചന്ദ്രശേഖരനും പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മുസ്ലിം ലീഗ് ഉൾപ്പെടെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പ്രാമുഖ്യം കിട്ടാനിടയുള്ള UDF മുന്നണിയെയാണ് ഞങ്ങൾ നേരിടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, ഇവർ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, LDFനെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതേ നയമാണ് BJPക്കും NDAക്കും ഒരേ നയമാണ്. അങ്ങനെ ആകുമ്പോൾ പരാജയപ്പെടുന്ന എവിടെയെന്നറിയോ? ഫലത്തിൽ സംഭവിക്കുന്നത് ഇവരുടെ തന്നെ മനസ്സിലിരിപ്പിന് വിരുദ്ധമായ സംഗതിയാണ്. മനസ്സിലിരിപ്പിന് വിരുദ്ധമായിട്ടുള്ളത്, മനസ്സിലിരിപ്പുള്ള എന്താണ്? കോൺഗ്രസ് എങ്ങനെയെങ്കിലും തോറ്റുപോകട്ടെ, എന്നിട്ട് പിണറായി വിജയൻ ഒരിക്കൽ കൂടി ഭരിച്ചാൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പിണറായി ഭരിക്കുന്ന ഇടതുപക്ഷവും തകർന്നുകൊള്ളും, ഭരണമില്ലാത്ത ഒരു UDF ഒരു ടേം കൂടി വന്നാൽ കോൺഗ്രസും തകർന്നുകൊള്ളുന്നാണുള്ള കണക്ക്. സംഭവിക്കാൻ പോകുന്നത് മറിച്ചാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ മറിച്ചാകുമ്പോൾ കേരളം കൃത്യമായി ഇതുവരെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, BJP സമം LDF. അപ്പോൾ BJPയെ ചെറുക്കാൻ LDFനെ ജയിപ്പിക്കുക എന്ന സ്ട്രാറ്റജി പോവുകയും, LDFനെ ജയിപ്പിക്കുന്നത് BJPയെ ജയിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന അവസ്ഥ വരികയും ചെയ്യും. പ്രത്യക്ഷത്തിൽ ആ ഒരു ക്യാമ്പയിൻ കൊണ്ടുവരുന്നത് BJPക്ക് തന്നെയും അപകടം ചെയ്യും. ആത്മഹത്യാപരമാണ്. അവരുടെ മനസ്സിലിരിപ്പ് പിണറായി വിജയനെ ജയിപ്പിക്കുക എന്നാണെങ്കിൽ അതിന് വിരുദ്ധമായി തീരും ഇതിന്റെ ഫലം എന്നാണ് എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വെച്ചിട്ട് വരാൻ പോകുന്ന ഒരു കാര്യം അതാണ്. വലിയ അപകടമായിരിക്കും. ഇത് ജ്യോതിർ പക്ഷേ പൊതുവെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് CPMഉം BJPയും തമ്മിലൊരു അന്തർധാരയുണ്ടെന്ന്. അതുകൊണ്ടാണ് പല പ്രക്ഷോഭം നടത്താവുന്ന പല കാര്യങ്ങളും ഒരു തരം നിശബ്ദത പാലിക്കുന്നത്. ഞാനും ചില BJP നേതാക്കളോട് ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത്, ഇപ്പോൾ പിണറായിയെ ഇറക്കി വിട്ടിട്ട് എന്താ കാര്യം, അത് കഴിഞ്ഞാൽ കോൺഗ്രസ് വരും, കോൺഗ്രസ് വരാതിരിക്കുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് സ്പഷ്ടമായിട്ട് താഴെ തലത്തിലുള്ള നേതാക്കന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു അന്തർധാര, ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട്, ആസൂത്രണം, അന്തർധാര ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് എങ്ങനെയെങ്കിലും അടുത്ത തവണയും കൂടെ അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇപ്പം ഇവിടുത്തെ കേരളത്തിലെ LDF എന്ന് പറയുന്നതും CPM എന്ന് പറയുന്നതും ഒറ്റ വ്യക്തിയിലേക്ക് ചുരുങ്ങി. അത് പിണറായി വിജയനിലേക്ക് ചുരുങ്ങി. അപ്പോൾ പിണറായി വിജയന്റെ താല്പര്യമാണ് LDFന്റെ താല്പര്യവും CPMന്റെ താല്പര്യവും. അതിനെതിരെ സംസാരിക്കാൻ പ്രാപ്തിയുള്ള ആരും തന്നെ ഇന്നിപ്പോൾ LDFില്ല. ഇപ്പം CPI ആണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ബിനോയ് വിശ്വൻ കുറച്ച് താത്വിക കാര്യങ്ങളൊക്കെ അടിക്കുമെങ്കിലും അത് പിണറായിയുടെ മുമ്പിൽ വിനീത ശിഷ്യനായിട്ട് എന്തെങ്കിലും മാത്രമേ ഈ പറഞ്ഞതുപോലെ CPMന്റെ നേതാവ് പറഞ്ഞല്ലോ 4 അംഗങ്ങളുള്ള CPI ഉള്ള സ്ഥലത്ത് 5 സ്ഥാനാർത്ഥികളുടെ ചോദിക്കുമെന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയന്റെ താല്പര്യം എങ്ങനെയും അടുത്ത തവണ അധികാരത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് ഇനി ഭാവിയിൽ LDF നിലനിൽക്കുമോ CPM നിലനിൽക്കുമോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പരിഗണനയിൽ വരുന്ന വിഷയങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് ഏത് വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറാവും. ഉദാഹരണത്തിന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കണ്ണൂരിലെ ഭാഗ്യവാന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? കാരണം RSSും പിന്നെ പിണറായി വിജയനും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കി, നമ്മളിനി കുറച്ച് നാളത്തെ കാര്യം കൊല്ലുന്നില്ല. അപ്പൊ എത്ര പേരുടെ കഴുത്തിന് മുകളിലാണ് ഇപ്പൊ തല അവശേഷിക്കുന്നതെന്ന് അറിയാമോ? അവർ ആ ധാരണ ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് തലകൾ ഇന്ന് കഴുത്തിന് മുകളിൽ ഉണ്ടാവില്ല. അപ്പൊ ഇത് ഒരു ധാരണയാണ്. അപ്പൊ ഈ ഒരു ധാരണ നിലവിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. അത് നന്നായിട്ട് അവർ പോവുകയും ചെയ്യുന്നുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് സ്വാഭാവികമായിട്ടും അത് കൃത്യമായ ഒരു ധാരണയിലേക്ക് പോകും. അതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ റിസൾട്ടിൽ ഉണ്ടാവും എന്ന് തന്നെയാണ്. പിന്നെ മാത്രമല്ല, കേരളത്തിലെ വോട്ടിന്റെ രീതി മാറി, പുതിയ വോട്ടർമാർ വന്നു, അതേപോലെ കാലം മാറി.
കൊല്ലം പോലൊരു സ്ഥലത്ത്, കൊല്ലം നഗരസഭയിൽ 12 സീറ്റ് BJP നേടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കേരളത്തിൽ എവിടുത്തെ വോട്ട് വേണമെങ്കിലും ഇളകാവുന്നതാണ്. അല്ല, അത് ഒരു കാര്യം ശരിയാണ്. എന്താ വെച്ചാൽ ഈ ഐത്തം മാറി. അതെ, കേരളത്തിലെ ഏത് മുന്നണിയിൽപ്പെട്ടവന്, UDF-ലും LDF-ലും പെട്ടവന് BJP-ക്ക് വോട്ട് ചെയ്യാൻ മടിയില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു സത്യമാണ്. എന്നാൽ ഈ കോൺസ്പിറസി തിയറിയോട് എനിക്ക് യോജിക്കാൻ പറ്റാത്തത്, കേരളത്തിന്റെ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള ഒരു പൾസ് നമ്മൾ ആർജിക്കാൻ തയ്യാറാണെങ്കിൽ അത് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ന്യൂസ് റൂം വർത്തമാനങ്ങളിൽ നിന്നല്ല, നമ്മുടെ ഈ രാഷ്ട്രീയ ബുദ്ധിജീവികളുടെ തിയറികളിൽ നിന്നല്ല, ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആർജിക്കുമ്പോൾ ഞാൻ ഈ കോൺസ്പിറസി തിയറി തള്ളിക്കളയും. എന്തുകൊണ്ടെന്നാൽ സാക്ഷാൽ പിണറായി വിജയന്റെ പാർട്ടി, പിണറായി വിജയൻ സംസ്ഥാനവും പ്രസ്ഥാനവും ഒരാളായി തീർന്ന, അങ്ങ് പറഞ്ഞ വളരെ ശരിയാണ്. ആ പിണറായി വിജയൻ ഉത്തരവിടുന്നു 11 മണ്ഡലങ്ങൾ എന്നാണ് കേൾക്കുന്നത്. 11 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം. പോടാ പുല്ലേ എന്ന് പറയുന്നത് ആദ്യം CPM-ന്റെ അണികളായിരിക്കും. പിണറായി വിജയൻ പറഞ്ഞാൽ കേൾക്കാത്ത വിധത്തിൽ അതീവ പ്രക്ഷുബ്ധമാണ് CPM-ന്റെ അണികൾ. 2, BJP നേതാക്കൾ പ്രഖ്യാപിക്കുന്നു നമുക്ക് 11 സീറ്റ് മതി, ബാക്കി നിങ്ങൾ CPM-ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ കാഡർ സ്വഭാവം ഇപ്പോൾ BJP-ക്കും ഇല്ല. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരന് വന്നതിന് ശേഷം താഴെ തട്ടിലുള്ള അണികൾ രാജീവിനെ എന്നല്ല, അല്ലെങ്കിൽ തന്നെ BJP-യുടെ ഏറ്റവും വലിയ ഗതികേട് മറ്റ് 2 പ്രബല മുന്നണികളിലും ഉള്ളതിനേക്കാൾ ഗ്രൂപ്പിസം ഉള്ളത് BJP-യിലാണ്. അതുകൊണ്ട് അവരുടെ പ്രാദേശിക തമ്പുരാൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഹെഡ് അല്ലെങ്കിൽ അവരുടെ ഗോത്രത്തലവൻ പറഞ്ഞത് കേൾക്കുന്ന കുറച്ചു പേരുണ്ടായേക്കാം എന്നല്ലാതെ കേരളത്തിലെ മുന്നണികളൊന്നും, 3 മുന്നണികളും ഇപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ മുന്നണി നേതാക്കളെക്കാൾ പ്രബുദ്ധരാണ് മുന്നണികളുടെ അണികൾ. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ ട്രൈബൽ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഗോത്രപരമായ ഒരു രാഷ്ട്രീയ സംസ്കാരം കേരളത്തിലുണ്ടായിരുന്നു. ആ മതകീയമായിരുന്നു അത്. പ്രത്യേകിച്ച് മതമായി തീർന്ന ഈ പറഞ്ഞല്ലോ പണ്ട് എനിക്ക് തോന്നുന്നു വിഖ്യാതമായ സ്റ്റേറ്റ്മെന്റ് മാക്സിം ഗോർക്കിയുടെയാണ് പ്രസ്താവന. എന്താ ലെനിനോടാ പറഞ്ഞത് ഈ ദ 4th സെമിറ്റിക് റിലീജിയൻ ഈസ് കമ്മ്യൂണിസം എന്ന്. അതെ, ആലോചിച്ച് നോക്കൂ സാർ, ഞാനൊരു മതം വിട്ടുപോയാൽ എന്നെ മതം കൊല്ലാൻ വരും, ഞാൻ പാർട്ടി വിട്ടുപോയാൽ എന്നെ പാർട്ടി കൊല്ലും. അതെ എന്ന് പറയുന്നതിന് മതം തന്നെ പറയാം. അങ്ങനെ മതവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയം കേരളത്തിൽ നിന്ന് പതുക്കെ അന്യം നിന്ന് പോകുന്നു എന്നതിനെ രാഷ്ട്രീയക്കാർ അരാഷ്ട്രീയവാദം എന്ന് പറയും. ഞാൻ അതിനെ പ്രബുദ്ധ കേരളം എന്നാണ് വിളിക്കുന്നത്. ഞാൻ മാഷിനോട് കോൺസ്പിറസി തിയറിയെ ഞാൻ തള്ളിക്കളയും. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ സാധാരണഗതിയിൽ എപ്പോഴും അമിത്ഷാ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ശക്തമായിട്ടുള്ള അണികളെ ഉണർത്തുന്ന ഒരു പ്രതിവചനവുമായിട്ട് എപ്പോഴും വരാറുള്ള ആളാണ് പിണറായി വിജയൻ. ഇക്കുറി പക്ഷേ ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹം അമിത്ഷായ്ക്കെതിരെ ഒരു പ്രസ്താവന, പാർട്ടികളിൽ അണികളെ ഉണർത്താനെങ്കിലും പ്രസ്താവന നടത്തിയില്ല, മൗനമായിട്ടിരിക്കുകയാണ്. അപ്പം മൗനത്തിനും ശാന്തതയ്ക്കും തമ്മിലൊരു ബന്ധമുണ്ട്. അമിത്ഷാ മിണ്ടിയില്ല എന്ന് മാത്രമല്ല, അമിത്ഷാ പറഞ്ഞില്ലെങ്കിൽ പോലും പറയേണ്ട ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹം മെൻഷൻ പോലും ചെയ്തില്ല. ഈ മൗനം, BJP-യുടെ ഈ മൗനമായിരിക്കും ഒരുപക്ഷെ പിണറായി വിജയൻ ഏറ്റവും വലിയ ദോഷം ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. മൗനം അർത്ഥഗർഭമാണ്. മാഷ് പറഞ്ഞ ഈ കോൺസ്പിറസി തിയറി അവർ പരിധിവരെ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ ഈ കോൺസ്പിറസി തിയറി പ്രവർത്തിക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. ഈ കോൺസ്പിറസി തിയറി ഒരു പൊതു കൺസെൻസസ് ഉണ്ടാക്കുന്നതിലേക്ക് ക്രമേണ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓരോ പാറ്റേൺ ആണ്. ലോക്സഭയിൽ ഒരു ഇലക്ഷൻ പാറ്റേൺ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേൺ, നിയമസഭയിലും നമുക്കിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം മാത്രമാണ് വ്യക്തമാകുന്നത്. ഇപ്പം തൃശ്ശൂർ മണ്ഡലം സുരേഷ് ഗോപിക്ക് നല്ല ഭൂരിപക്ഷത്തിലല്ലേ അദ്ദേഹത്തിന് തൃശ്ശൂർക്കാർ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചത്. പക്ഷെ അതിന്റെ യാതൊരു റിഫ്ലക്ഷനും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇല്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാറുന്ന വോട്ടിംഗ് പാറ്റേൺ അതൊരു പുതിയ ട്രെൻഡാണ് കേരളത്തിൽ. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അത് 1 മുതൽ 2% വരെ വോട്ടിന്റെ മാറ്റം, അത് 2 മുന്നണികളുടെയും ജയപരാജയങ്ങൾ നിശ്ചയിച്ചിരുന്ന അതായിരുന്നു. പക്ഷെ അത് മാറിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ CPM-ന്റെ അണികളുടെ അടിയിലൂടെ ഉണ്ടായ ഒഴുക്ക്, ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് CPM-ന്റെ സ്ട്രാറ്റജി മാറ്റിയത്. അതല്ലാന്നുണ്ടെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പോലും മുസ്ലിമിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ CPM-കാരൻ മാത്രമേ RSS-ന് അടുത്ത് അടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പരസ്യം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ്. 2 ആഴ്ചയ്ക്ക് അവരുടെ സ്ട്രാറ്റജി മാറ്റി റിസൾട്ട് വന്നിട്ട്. അപ്പോൾ ഈ ഒരു കോൺസ്പിറസി തിയറി എന്നൊരു സാധനം അത് ഒരു സാമൂഹികമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറും. ആൾക്കാരിൽ ഈ പറഞ്ഞതുപോലെ ഒരു വിദ്വേഷം, ഇപ്പോൾ പരസ്പരം, ഇപ്പം നമുക്ക് തന്നെ സംസാരിച്ച് നോക്കുമ്പോൾ വളരെ സ്വതന്ത്രമായി ചിന്തിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ
ഈ പറഞ്ഞതുപോലെ ഈ വർഗീയത അല്ല ഞങ്ങൾ സംസാരിക്കുന്നത്, പക്ഷെ ചില സോഷ്യൽ റിയാലിറ്റീസ് ആണ് എന്ന് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സംഗതി ഈ മതപരമായ ആ ഒരു അകൽച്ചയിൽ നിന്നുണ്ടാകുന്ന വാക്കുകളാണെന്ന് നമുക്ക് കാണുകയും ചെയ്യാൻ കഴിയുന്നത്. അല്ല, ഇതിൽ പക്ഷേ ഇതിലൊരു മറുവശം സംഭവിക്കാൻ പോകുന്നത് സാർ പറഞ്ഞ കറക്റ്റാണ്. പക്ഷേ ആ നിരീക്ഷണത്തിന് ഒരു മറുവശം നമ്മൾ കാണേണ്ടത് ഒരു റിയാലിറ്റി. ഇപ്പം നമ്മൾ വന്നു ചേർന്നിരിക്കുന്നു എന്ന് പറയുന്ന സോഷ്യൽ പോളറൈസേഷൻ്റെ, കമ്മ്യൂണൽ പോളറൈസേഷൻ്റെ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, അത് പാതി വെന്ത ജീവിതം എന്തുമാത്രം അപകടമാണ് എന്ന് നമ്മുടെ ദാർശനികമായി പറയുന്നത് പോലെ കേരളത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു പാതി വേവ് എന്താണെന്നറിയോ? വെള്ളാപ്പള്ളി നടേശൻ തൊട്ട് AK ബാലൻ വരെയുള്ളവർ ചേർന്ന് ഒരു മഹാദൗത്യം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെന്താണ്? മുസ്ലിം പോളറൈസേഷൻ ഈസ് ഡൺ. എന്നാൽ എന്തിനാണ് ആ പണി എടുത്തത്? ഇതിനോട് സമാന്തരമായിട്ട് ഹിന്ദു പോളറൈസേഷൻ നടക്കാനാണ്. ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഡൺ. അത് പൂർണ്ണമായിട്ട് നടക്കത്തില്ല. ഇല്ല, നടന്നില്ല. വേറൊരു അപകടം, മുസ്ലിം പോളറൈസേഷൻ നടക്കുമ്പോൾ മറ്റൊന്നുകൂടി ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹിന്ദു കമ്മ്യൂണിറ്റിയെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്, ഒരു ക്രിസ്ത്യൻ ഹിന്ദു യൂണിഫിക്കേഷൻ കൂടി നടക്കേണ്ടതായിരുന്നു. അതും ഉദ്ദേശിച്ച ഫലം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അതിന് വലിയ തിരിച്ചടികൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് നിന്നും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ട്രാറ്റജികളൊക്കെ നമ്മൾ ഒരു തിയറി ആയിട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ കേരളം എത്തിയിട്ടുണ്ടോ എന്നുകൂടി അതാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് വരുന്ന നിയമസഭയിലോട്ട് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഡൈനാമിക്സ് വർക്ക് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം, അധികം മാസങ്ങളില്ലല്ലോ. തീർച്ചയായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൊളിറ്റിക്കൽ തിയറീസിൽ തന്നെ ബേസിക് ആയിട്ട് ചേഞ്ച് വരുന്ന ഞാൻ വിചാരിക്കും. തീർച്ചയായിട്ടും വരട്ടെ, നമുക്ക് നോക്കാം, കാത്തിരിക്കാം. തീർച്ചയായിട്ടും. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.